ഗുഡ് മോർണിംഗ്. ഇഗ്നോ കോഴ്സ് MPSC 004 ആ ഒരു കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സെഷനാണ് ഇന്ന്. യൂണിറ്റ് 2 ഓറിയൻ്റാലിസ്റ്റ് ഡിസ്കോഴ്സ് ആൻഡ് കൊളോണിയൽ മോഡേണിറ്റി എന്നതാണ് ആ ഒരു യൂണിറ്റ് 2ൻ്റെ ടൈറ്റിൽ. ഓക്കെ, എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിനകത്ത് വരുന്നത് ഡിഫറൻറ്റ് സ്റ്റാൻഡ്സ് ഓഫ് റീസെൻറ്റ് സ്കോളർഷിപ്പ്, ന്യൂ ഗാന്ധിയൻ ക്രിട്ടിക്, നാഷണാലിസം ആൻഡ് കൊളോണിയൽ മോഡേണിറ്റി, നാഷണാലിസം, ഹിസ്റ്ററി ആൻഡ് കൊളോണിയൽ നോളജ്. ഇങ്ങനെയാണ് ഈ ഒരു യൂണിറ്റിൻ്റെ സ്ട്രക്ചർ. എന്താണെന്ന് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ഓറിയൻ്റലിസം എന്ന ആ ഒരു പദപരിചയം ഇതിനകത്ത് പറയുന്നുണ്ട്. So in this unit, an attempt will be undertaken to understand the concept of Orientalism and the question of modernity and its colonial roots in India. So this is a relatively new field that has opened up new questions and has significantly reconstituted the old field of colonial history, both for the colonized, colonized societies as well as of the colonizers themselves. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്കൊന്ന് നോക്കിക്കേ. ഓറിയൻ്റാലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ആ ഓറിയൻ്റാലിസ്റ്റ് കൺസെപ്റ്റ് അതുപോലെ തന്നെ വരുന്ന വേറൊരു വാക്കാണ് മോഡേണിറ്റി, ക്വസ്റ്റ്യൻ ഓഫ് മോഡേണിറ്റി. അപ്പോൾ ഇതിനെ രണ്ടിനെയും പരിചയപ്പെടുക, ഇന്ത്യയിലെ കൊളോണിയൽ റൂട്ട്സ് അതിനെ തിരിച്ചറിയുക, ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ അല്ലെ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതൊരു പുതിയ ഫീൽഡാണ് ഓറിയൻ്റാലിസ്റ്റ് ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും. അപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് പുതിയ പുതിയ ചോദ്യങ്ങളും നമുക്ക് കിട്ടാം. ഓൾഡ് ഫീൽഡ് ഓഫ് കൊളോണിയൽ ഹിസ്റ്ററിയിൽ നിന്ന് വ്യത്യസ്തമായി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ പല ക്വസ്റ്റ്യൻസും നമ്മളുടെ മുന്നിലേക്ക് വന്നു ചേരാം. ബോത്ത് ഫോർ കോളനൈസ്ഡ് സൊസൈറ്റീസ് ആസ് വെൽ ആസ് ഓഫ് ദി കോളനൈസേഴ്സ് ദംസെൽസ്. യൂറോപ്പിൻ്റെയൊക്കെ ഹിസ്റ്ററിയിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ now it increasingly marked by an awareness of the ways in which the colonial encounter crucially shaped the self-image of Europe itself. In this unit, we will mainly be concerned, however, the history of in subcontinent, the history of in the Indian context of these aspects, the history of the Indian subcontinent. Okay. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊളോണിയൽ റൂളിന് വിധേയമായിട്ടുള്ള പല രാജ്യങ്ങളുണ്ട്, കോളനി വാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൻ്റെ കേസ് തന്നെ നാം ഒന്ന് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെയും വൻതോതിൽ തീർച്ചയായിട്ടും കൊളോണിയൽ എൻകൗണ്ടർ എന്ന രീതിയിൽ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് യൂറോപ്പിൻ്റെ തന്നെ സെൽഫ് ഇമേജിന് രൂപം കൊടുക്കുവാനായിട്ട് സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ തനതായിട്ടുള്ള രീതിയിലേക്ക് വളരുവാനും അവർക്ക് സ്വന്തമായിട്ടൊരു എൻറ്റിറ്റി നേടിയെടുക്കുവാനും അത് എങ്ങനെ സഹായകമാകുന്നു എന്നുള്ളത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ചരിത്രത്തിലൂടെ ഒരു വീക്ഷണം നടത്തുകയാണ് നാം ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യുക, ഈ യൂണിറ്റിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണിത്. So although the unit will be concerned with the debate on the colonial period, it is necessary to understand that it is a field that is irrevocably constituted by the present context. In last few decades, particularly since the 1980s, this field has given rise to a whole new body of work and serious, often very sharp debates among the scholars. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൊളോണിയൽ ആയിട്ടുള്ള ആ ഒരു ആധിപത്യ മേഖലയിൽ നിന്നും രാജ്യത്തിന് സ്വന്തമായി വളരാനുള്ള ശക്തിയിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ഇൻറ്റൻസ് ഫ്രഷ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ വോൾ ക്വസ്റ്റ്യൻ ഓഫ് അവർ കൊളോണിയൽ മോഡേണിറ്റി കെയിം ടു ആൻഡ് ഇൻറ്റൻസ് ആൻഡ് ഫ്രഷ് എൻഗേജ്മെൻറ്റ് കെയിം ടു ദി കൺട്രി. രാജ്യത്തിൻ്റെ മുന്നാകെ അധിനിവേശ ശക്തികളിൽ നിന്നും മാറി സ്വന്തമായി രാജ്യത്തിന് വളരാനുള്ള ഒരിടം കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? What is crucially important about this development in the scholarship on the Indian subcontinent is that it focuses, unlike earlier writings on the colonial history, on the politics knowledge implicated. പൊളിറ്റിക്സ് ഓഫ് നോളജ് എന്നുള്ളതാണ് കൊളോണിയൽ ഹിസ്റ്ററിയുമായിട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് പകർന്നു തരുന്ന ഏർലി റൈറ്റിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ചരിത്രത്തെയാണ്. സോ ഇൻ എ വെരി സിഗ്നിഫിക്കൻറ്റ് വേ ഇറ്റ് foregrounds the manner in which our knowledge of our own history and our own selves is framed by and understood through categories produced by colonial knowledge. അപ്പോൾ ഈ കൊളോണിയൽ നോളജ്, കോളനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആധിപത്യ മേഖലയിലുള്ള ആധിപത്യപരമായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ വരുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും അതൊരു അധിനിവേശ ശക്തിയുടെ ഇടപെടലായിട്ട് മാറുന്നതാണ്. So before we go to discussion of our actual subject matter, let us make a preliminary observation. Indian history today is no longer what we have known it to be so far from our history textbooks. ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നാം എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം എന്തെന്നല്ല, ഇവിടെ പുതിയ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോഴേക്കും അത് പണ്ടത്തെ ആ ഒരു ചരിത്രം എന്താണ്, ഇരുട്ടിലെ ഡാർക്ക്നെസ്സിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ വാട്ട് ഡു വി മീൻ വെൻ വി സേ സം ആസ്പെക്ട്സ് വെയർ കവേർഡ് ഇൻ ഡാർക്ക്നെസ്? അപ്പോൾ ഈ ഡാർക്ക്നെസ്സിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ആസ്പെക്റ്റ് വിശകലനം ചെയ്യുമ്പോൾ അതിലൂടെ എന്തുമാത്രം മനസ്സിലാക്കാൻ സാധിക്കുക? ഇരുളറകളിൽ പെട്ടുകിടന്നൊരു രാജ്യമാണ് ഇന്ത്യ. അത് വിദേശ ശക്തികളുടെ ഭരണാധിപത്യം കൊണ്ടുവന്നതാണത്. ഇറ്റ് ഈസ് നോട്ട് ആസ് ദോ സം എൻറ്റയർലി ന്യൂ ഫാക്ട്സ് ഹാവ് ബിൻ അൺകവേർഡ്. ന്യൂ ഫാക്ട്സ് ഹാവ് ബിൻ സെർട്ടൻലി ബിക്കം നോൺ ടു അസ്. അപ്പോൾ ആ ഇരുണ്ട ചരിത്രമുണ്ട്, എന്നാൽ അതിനപ്പുറമായിട്ട് ഇന്ത്യ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് പലതും വികസനത്തിൻ്റെ ഭാഗമായി നാം നേടുന്നുണ്ട്. സോ ഓഫൺ കൺസിഡേർഡ് ആസ് അൺഇമ്പോർട്ടൻ്റ്. അത് ആ നേടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ അത്ര കണ്ട് പ്രാധാന്യവും പ്രസക്തിയും കൊടുത്ത് പറയുന്നുണ്ടാവില്ലായിരിക്കും. ആൻഡ് ദാറ്റ് ഹൗ അക്വേർഡ് ന്യൂ മീനിങ്സ് ബിക്കോസ് ദ വേ വി ലുക്ക് അറ്റ് ദാറ്റ് ഹിസ്റ്ററി ഹാസ് നൗ ചേഞ്ച്ഡ്. നാം ഇന്ന് ഹിസ്റ്റോറിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിലേക്കുള്ള അതിലൊക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. As we will see later in the unit, the idea of history as a repository of some kind of uncontaminated truth about our past itself has become problematic in the light of these developments. Let us keep this in mind before we proceed. അപ്പോൾ നാം ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നാം നമ്മുടെ ഹിസ്റ്റോറിക്കൽ വേയിലേക്കൊന്നും ചിന്തിക്കുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററി എത്രത്തോളമാണോ വളരെയധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റുമായി ഇനി മുന്നോട്ട് പോകുമ്പോഴേക്കും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ആശയപരമായ കാര്യങ്ങൾ, അത് സത്യസന്ധമായി നിലകൊള്ളുന്ന ചില കാര്യങ്ങൾ, പഴയകാലത്ത് ഇവിടെ നിലനിന്നിരുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഈ വികസനപരമായ കാര്യങ്ങൾക്ക് നിദാനമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ടുള്ള വിശകലനമായിരിക്കും ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്തൊരു വീഡിയോ സെഷനിലൂടെ തരാം. ഓക്കെ, താങ്ക് യു.